ഇനി അവന്റെ ആയുസിൽ അവൻ എഴുന്നേറ്റ് നടക്കത്തില്ല. അതുപോലെ പെരുമാറിയിട്ടുണ്ട്. എന്നിട്ട് വീടൊഴിയാൻ സമ്മതിപ്പിച്ചോ? ആദ്യം അവൻ സമ്മതിച്ചതാ. നിലവിളി കേട്ട് നാട്ടുകാർ കുറെ ഓടിക്കൂടി. എങ്ങാനും കാഞ്ഞു പോയാ സാക്ഷി പറയാൻ ആളുണ്ടാകുമല്ലോ എന്ന് കരുതി തോമാ തല്ലങ്ങ് നിർത്തി. വീടൊഴിയുമോ? ഒഴിയുമോ എന്ന് ചോദിച്ചാ ഒഴിയണം. ഉളുവാ പിള്ളേച്ച കൊടുക്കാൻ പോയപ്പോ കൊണ്ടു കാണും ഇല്ലടോ. കൊള്ളും കൊള്ളണമെങ്കിലേ തോമാ ചന്തപ്പണിക്കലായിരിക്കണം. നീ തറുതല പറയാതെ ഉള്ള കാര്യം പറ. വീടൊഴിയുമോ? വീടൊഴിയുമോ? അത് ഇങ്ങനെ എടുത്തെടുത്ത് ചോദിച്ച അവരുടെ കാര്യം അവർക്കല്ലേ അറിയാവൂ മുതലാളി. 15 കുപ്പി കള്ളും 100 രൂപ വെള്ളത്തിലായി. ഒരുപാട് മറ്റേ വർത്തമാനം പറയുന്നു. തോമാ ഒരു കാര്യം വെച്ചാൽ അത് നേരിട്ട് വന്നിട്ടുള്ളൂ. ഒരു ചട്ടമ്പി വന്നിരിക്കുന്നു. ചന്തുവേ. എന്തുവേ? ഗണകന്റെ അറ്റ കൈയൊന്ന് നോക്കിയാലോ? എന്ത് ക്ഷുദ്രം? ഗണകൻ ക്ഷുദ്രം ചെയ്താൽ പ്രേതങ്ങൾ വീടൊഴിയും. അവന്മാരവിടെ ഉറക്കുകയും ചെയ്യും. തലവേദനയായല്ലോ ഈശ്വര. മുതലാളി. സാറേ. ഇരവിച്ചേട്ടാ, ഞങ്ങളുടെ കാര്യം ശല്യപ്പെടുത്താതെ പോടോ. ഇവിടെ ചില പ്രധാനപ്പെട്ട ചർച്ചകൾ നടക്കുകയാണ്. ഇനി അധികം വച്ച് നീട്ടിയ ഈ വീട്ടു പഠിക്കാൻ ഞങ്ങൾ ശവം കാണും സാറേ. അപ്പൊ അടിയുടെ ചൂട് മറന്നിട്ടില്ല. ശരി, പോയിട്ട് നാളെ കാലത്ത് വാ. ഞാന് സമാധാനമായിട്ടൊന്ന് ആലോചിക്കട്ടെ. നാളെ ശരിയാകുമോ സാർ? പോയിട്ട് വരാൻ പറഞ്ഞില്ലേ, നോക്കാം. അതെ നിന്നേ. സസ്പെൻഷൻ ഞാൻ പിൻവലിപ്പിക്കാം. ചേട്ടാ, പക്ഷേ കിട്ടിയത് പോരല്ലേ? എന്റെ ദൈവമേ, സസ്പെൻഷൻ പിൻവലിക്കാൻ വേണ്ടി ചാത്തനേർ നീ എന്തെല്ലാം അനുഭവിക്കണോ ദൈവത്തിനറിയാം. ഇതൊക്കെ അന്നേരം ആലോചിക്കണമായിരുന്നു. 3 പേരും 3 ഡയറക്ഷനിലോട്ട് പോകണം. എറി കണ്ടാ ഒരു സംശയം തോന്നരുത്. പിന്നെ തമ്മി എറി കൊള്ളരുത്. കൊണ്ടുകഴിഞ്ഞ് അബദ്ധം പറ്റിയാന്ന് പറഞ്ഞാ പ്രശ്നമാവും. നീ ആരുടെ കമാൻഡ് വേണു കേട്ടല്ലേ? ലക്ഷണമുണ്ട്. സൈക്കിൾ അങ്ങോട്ട് മാറ്റി. നീ വാക്ക് വാശത്തോട്ട് വയ്ക്കും. ഞാനീ ഭാഗത്ത് കാണും. എറിയുമ്പോ സൂക്ഷിക്കണേ. ആരോ കല്ലെറിയുന്നല്ലോ. കല്ലോ ഏതാണത്? ആ ടോർച്ച് ഞാൻ നമുക്ക് നോക്കാം. ഈ രാത്രിയിലോ? പിന്നെ ഇപ്പൊ കല്ലെറിയുന്നതിന് രാവിലെയാണ് പോയി നോക്കുന്നത്. ഇപ്പൊ പുറത്തിറങ്ങുന്നത് ബുദ്ധിയല്ല. എന്റെ ദാസത്തിന് പേടിയുണ്ടോ? എന്റെ പേടി അതല്ല. ഈ നാട്ടുകാർ പറയുന്ന പോലെ ഇത് ശരിക്കും ചാത്തനാണോന്നാ. അത് ശരി. 2 കല്ല് കണ്ടപ്പോ ദാസേട്ടന്റെ യുക്തിവാദമൊക്കെ തീർന്നോ? തീർന്നിട്ടല്ല. ചാത്തനാണെങ്കിൽ ഇപ്പൊ നമ്മൾ പുറത്തിറങ്ങാൻ പാടില്ല. അതാ യുക്തി. അതെ, ഗോപാ, ഇപ്പൊ പുറത്തിറങ്ങരുത്. ചാത്തനെങ്കിൽ ചാത്തൻ. കണ്ടിട്ട് എന്നെ കാര്യം. എന്ത് വന്നാലും നിന്നെ ഞാനിപ്പോ പുറത്ത് വിടില്ല. ആരാണത്? ചേട്ടാ, ആ തോക്കി എടുക്ക്. തോക്കോ? ആ തോക്കേ, റൈഫിൾ. ഇവനൊക്കെ എന്ത് കാച്ചിട്ടെന്ന കാര്യം? തോക്കെടുക്കുന്നു. ഓടിക്കോടാ, അവന്മാരെ തോക്കെടുക്കാൻ പോണു. ഒന്നാമതേ ഉന്നമില്ലാത്ത പാർട്ടികൾ നേരെ നമ്മുടെ തലയിൽ തന്നെ ഓടിക്കിട്ട് വിട്ടോ. തോക്കുള്ളവരാ ഇരവി ദരിദ്രവാസി പറഞ്ഞില്ലല്ലോ. അയ്യോ, വെടി വരും. അപ്പൊ സൗകര്യമല്ലോ. ഗോപാ, പേടിയുണ്ടോ? നീ ഒറ്റയ്ക്ക് അവിടെ കിടക്കണ്ട. വേണമെങ്കിൽ ഇവിടെ കുടിക്കോ. ചേട്ടൻ കിടന്നോ. ചാത്തന്മാർ ഇനിയും വരുന്നുണ്ടോന്ന് അറിഞ്ഞിട്ടേ ഞാൻ ഉറങ്ങുന്നുള്ളൂ.
എന്തെങ്കിലും ആവശ്യം വന്നാൽ എന്നെ വിളിക്കണേ. ഓ ലൈറ്റ് ഓഫ് ചെയ്യണ്ട. ദാസമാഷ്ട പ്രേത ബംഗ്ലാവിൽ ചാത്തൻ വന്നെന്ന്. അയ്യോ, മാത്രമല്ല എടുത്താ പങ്ങാത്ത കല്ലുകൊണ്ട് ചാത്തൻ കര വരാൻ എറിഞ്ഞെന്ന്. ഉള്ളതാണോടാ? വെറുതെ മനുഷ്യനെ നിരാശപ്പെടുത്തരുത് കേട്ടോ. എന്റെ അയ്യപ്പൻ ചേട്ടാ അവിടെ മുറ്റത്ത് നിറച്ച് ആളുകൾ കൂടിയിരിക്കുക. തെക്കുന്നും വടക്കുന്നും 3-4 ചാത്തന്മാര് ചരപറാന്ന് മത്സരിച്ചെറിഞ്ഞു. ആ ചത്തുപോയ ശാന്തപ്പെണ്ണിന്റെ പ്രേതമായിരുന്നെങ്കിൽ ഒരു വശത്ത് നിന്നല്ലേ ഏറ് വരൂ. ഇതെങ്ങനെ സംഭവിച്ചു? ഇതൊന്നുമല്ല, ഇക്കാലം അത്രയും ഈ പ്രദേശത്തൊക്കെ കാണാ തലവലാതി ചാത്തന്മാര് ഇത്ര പെട്ടെന്ന് എവിടെന്നാ ആകാശത്ത് പൊട്ടി വീണതോ അതോ ഭൂമി ഇങ്ങനെ പൊളച്ചു കുത്തിയതോ? എടാ, ഈ ചാത്തന്റെ ഉത്ഭവ രഹസ്യം ഒന്ന് അറിയണമല്ലോ. രാമൻ ചേട്ടഞ്ഞു വന്നേ. വലിക്കാതെ ചേട്ടനെ കൊണ്ടുവന്നു. നിങ്ങൾ ആദ്യം കയറി ഞാൻ പിന്നാലെ കയറി മാഷാകത്തുള്ള പേടിക്കണ്ടല്ലോ. തച്ചോട്ട് മാറിക്ക. എന്തോ സ്ഥലത്ത് കാണാനുള്ളൂ. മാറിക്കട. എടാ, നിങ്ങൾ ആരും ഇതുവരെ ചാത്തനെ കണ്ടിട്ടില്ല? കണ്ടു. എന്താ ഉണ്ടായത്? ദാസേട്ടൻ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ രാത്രി എന്നെ ചാത്തൻ പറഞ്ഞ പിടികൂടിയാണ്. ഈ ചാത്തൻ എവിടെ നിന്ന് വന്നു എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? ഈ വീട്ടിൽ താമസിക്കാൻ കൊള്ളത്തില്ല മാഷെ. ചാത്തനെ പിടികൂടാ എന്ന് ശ്രമിക്കുന്നൊക്കെ വെറും പോഷ്ക. അതുകൊണ്ട് ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണം. നമുക്കൊക്കെ അറിയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ഈ ലോകത്തുണ്ട് കുഞ്ഞുങ്ങളെ. ദൈവമില്ല, ചാത്തനില്ല, പ്രേതമില്ല എന്നൊക്കെ പറയാൻ എളുപ്പമാ. എന്റെ കൂടെ തന്നെ എത്ര പ്രേതങ്ങൾ നടക്കുന്നു. ചെമ്പിലെ തങ്ങളെ കൊണ്ടുവന്ന് നമുക്കൊരു ചരട് ജപിച്ചെത്തിയാലോ മാഷേ? ഞാനൊരു യുക്തിവാദിയാണ്. എനിക്കിതിലൊന്നും വിശ്വാസമില്ല. ഇതൊക്കെ ആരുടെ ചാത്തനാണെന്ന് എനിക്ക് അറിയുകയും ചെയ്യാം. ഇതിപ്പോ പിള്ളേരുടെ യാത്രയാണോ യഥാർത്ഥ യാത്രയാണോ എന്നറിയാൻ നമുക്ക് നമ്മുടെ ജീവിതം പണയം വെക്കണോ മാഷേ? നമുക്ക് നമ്മുടെ പഴയ ഒന്നും ഉണ്ടാതിരടെ. നിന്റെ മറ്റൊടത്ത് കഴിയുന്നതിലും ഭേദം വല്ല ചാത്തന്റെ ഏറ് കൊണ്ട് ഇവിടെ കിടക്കുക. ഒന്നുമില്ലേലും ഇതൊരു പഴയ തറവാടല്ലേ. ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു. ഒരു വഴിക്ക് കൊണ്ടുപോകാൻ കൊള്ളുകയല്ല. അവിടെ എങ്ങനെ തിന്നുകൊണ്ട് കിടന്നോന്ന് പറഞ്ഞതാ. ഈ ഞവണി ഒരുത്തരം അതിനൊക്കെ കാരണം. എല്ലാരും കേൾക്കാൻ വേണ്ടി പറയുകയാണ്. ഏത് ചാത്തനായാലും പോത്തനായാലും ഞങ്ങൾ ഈ വീട് ഒഴിയുന്ന പ്രശ്നമേ ഇല്ല. ആ പിള്ളെ ഒരു പാഠം പഠിപ്പിക്കാൻ തന്നെയാണ് എന്റെ തീരുമാനം. പക്ഷെ നിങ്ങളൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. എന്താ? ഒന്ന് വേഗം വെച്ച് കെട്ടടേ. ഈ വേഷത്തിലെങ്ങനെ പൂവാലന്മാര് കണ്ട തട്ടി റൂമിൽ കയറ്റും. പിന്നെ ആ കൂടെ ചളമാവും. ഏറ്റ് കാണുവാളിയാ? പിന്നെ ഏറ്റ് കാണുമെന്നോ? അവന്മാരെ ഇറന്ന് പെടുത്ത് കാണും. ഒരു വീഡിയോ സെക്സ് കാണിക്കാടേ. ചരക്ക് അതിനകത്ത് തന്നെ സെക്സ് കാണണോ? ഞാൻ പ്രസിഡന്റ് ആയിരിക്കുന്ന ഈ പഞ്ചായത്തിൽ ഇത്രയും കാര്യങ്ങൾ നടന്നതും നടത്തിയതും എന്നോട് ആലോചിക്കാതെയാണ്. നിങ്ങളുടെ എല്ലാ വോട്ടും വാങ്ങി അധികാരത്തിൽ വന്ന ഞാൻ ഈ പ്രശ്നത്തിൽ ഇടപെടാതിരിക്കുന്നത് ശരിയല്ലല്ലോ. നിങ്ങൾ ആരും പറഞ്ഞില്ലെങ്കിലും എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇരുന്നത്. എന്റെ വീട് എനിക്ക് വിട്ടുകിട്ടണം. അത്ര മാത്രമേ എനിക്ക് പ്രസിഡന്റിനോട് പറയാനുള്ളൂ. അപ്പോൾ പ്രേതങ്ങളെയും ചാത്തനെയും ഒക്കെ പറഞ്ഞു വിട്ടത് പിള്ള തന്നെയാണെന്ന് സമ്മതിക്കുന്നുണ്ടോ? ഇല്ല. അതിന്റെയൊക്കെ പുറകിൽ ഈ കണിയാനും ചന്തു പണിക്കരുമാരും. പിള്ളേച്ചൻ പറഞ്ഞു, ഞങ്ങൾ അനുസരിച്ചു. അത്രയോ ഉള്ളൂ. ഞങ്ങളുടെ സസ്പെൻഷൻ പിൻവലിക്കാന്ന് പറഞ്ഞ് ഞങ്ങളെ പ്രലോഭിപ്പിച്ചു. ഞങ്ങൾ നിരപരാധികളാണ്. നിന്റെയൊക്കെ സസ്പെൻഷൻ ഞാൻ ശരിയാക്കി തരുന്നുണ്ടോ? മൂപ്പിനെ ഞങ്ങൾക്ക് മുന്നും പിന്നെ നോക്കാനൊന്നുമില്ല. എന്റെ കൈകൊണ്ട് വിറ്റ് കഴിഞ്ഞ വീട് വീണ്ടും തിരിച്ചു പോയിക്കേണ്ട ഉദ്ദേശം? സ്വപ്നം. സ്വപ്നം. സ്വപ്നത്തിൽ പരദേവതകൾ വന്ന് എന്നെ കിടത്തി പൊറപ്പിക്കുന്നില്ല. ഞാൻ പ്രശ്നം വെച്ച് നോക്കിയപ്പോ ഉടൻ വീട് തിരിച്ചു വാങ്ങണം എന്നാണ് കാണുന്നത്. അങ്ങനെ പ്രശ്നം വെച്ച് നോക്കിയിട്ടാണല്ലോ വീട് വിറ്റത്. ഈ പ്രശ്നം എന്ന് പറയുന്ന സാധനം ഓരോ തവണയും ഓരോ രീതിയിലാണോ? ആണോ? അത് പ്രശ്നം വെച്ച് എരപ്പാളയോട് ചോദിക്കണം. എന്താണോ പ്രശ്നത്തിൽ കാണുന്നത്? എന്താ പ്രശ്നത്തിൽ കാണുന്നത്? അതായത് ഈ പ്രശ്നത്തിൽ കാണുന്നത് ഈ എത്രയും വേഗം ഈ വീട് വിട്ടു കിട്ടിയില്ലെങ്കിൽ പുതുശ്ശേരി തറവാടിൽ പല ജീവനാശങ്ങളും സംഭവിക്കാൻ ഇടയുണ്ടെന്നുള്ളതാണ് ഈ പ്രശ്നത്തിൽ കാണുന്നത്. ഇയാൾ വെറും നുണയനാണ്. ഞാൻ ആവശ്യപ്പെടുമ്പോ സംസാരിച്ചാൽ മതി. എന്ത് വന്നാലും വീട് തിരിച്ചു കൊടുക്കാൻ ഒക്കില്ല. അത്രമാത്രം അയാൾ ഞങ്ങൾ ഉപദ്രവിച്ചു കഴിഞ്ഞു. ഉപദ്രവിച്ചു കഴിഞ്ഞിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ.
തന്റെ മരണം കൊണ്ടേ അത് അവസാനിക്കൂ. താ ഇറങ്ങി പോടോ. അത് പറയാനുള്ളവർ പറയട്ടെ. ഉണ്ടാക്കി ആരും മിണ്ടരുത്. ആരും മിണ്ടരുതെന്ന്. ആ ദാസൻ മാസ്റ്റർ എന്ത് പറയുന്നു? ഇത്രയും ആയ സ്ഥിതിക്ക് രണ്ടിലും നിറഞ്ഞിട്ട് ഒരു കാര്യമുള്ളൂ. എങ്കിൽ ഒരു ചോരപ്പുഴ ഇവിടെ ഒഴുകും. ഓഹോ, താനാണോ ഒഴുക്കുന്ന ആള്? കിട്ടിയതൊന്നും പോരായിരിക്കും. എവിടെ നിന്ന് കിട്ടി? എന്റെ കൈ കരുതുക മനസ്സിലാക്കിയിട്ടില്ല. ധൈര്യം ഉണ്ടെങ്കിൽ പുറത്തോട്ട് വേണം. അറിയടാ അവനെ. ആരെ? ആരെ വേണമെങ്കിലും അടിക്കട്ടെ, നമുക്കെന്ത് പുല്ല്. ചന്തയാ. ചുമരി, വെറുതെ ഇരി. രണ്ട് ഭാഗവും ഇങ്ങനെ വാശി പിടിച്ചാൽ സംഗതി കൂടുതൽ വഷളാവുകയേ ഉള്ളൂ. ഞാൻ എന്റേത് മാത്രമായ ഒരു നിർദ്ദേശം വെക്കുകയാണ്. അതായത് പുതുശ്ശേരി തറവാട് എന്തൊക്കെ പറഞ്ഞാലും ഇരവി രാമപിള്ളയുടേതാണെന്ന് നമുക്കെല്ലാം അറിയാം. പക്ഷെ അത് ദാസൻ മാസ്റ്റർ കൈമാറിയിരിക്കുകയാണ്. പാലക്കാട്ടുകാരനായ ദാസൻ മാസ്റ്റർക്ക് താമസിക്കാൻ വേറൊരു വീട് ഇരവി രാമപിള്ള സംഘടിപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ വീട് ഒഴിഞ്ഞു കൊടുക്കുന്നേ തെറ്റില്ല. വേറൊരു വീട് ശരിയാക്കി കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. വീട് ഒഴിയുന്ന കാര്യം ഒഴിച്ച് വേറെ എന്ത് വേണമെങ്കിലും പറയാം. ആ, വേറെന്തോന്ന്, തന്റെ അമ്മായി അമ്മയുടെ കല്യാണം. അയ്യോ ദയവ് ഇത് പ്രശ്നം വഷളാക്കരുത്. ഞാനൊരു പഞ്ചായത്ത് പ്രസിഡന്റാണ്, അത് നിങ്ങളാരും മറക്കരുത്. മറക്കും. എന്ത് വില കൊടുത്തും ഞാൻ എന്റെ വീട് തിരിച്ചെടുക്കും. എന്ത് വില തന്നാലും വീട് തിരിച്ചു തരില്ല. ഈ നാട്ടിലെ തൊഴിലാളി വർഗം ദാസൻ മാസ്റ്റർ പുറകെ അണിനിരന്ന് കഴിഞ്ഞു. ഞാൻ എന്റെ അവസാനത്തെ നിർദ്ദേശം പ്രസിഡന്റ് മുമ്പാകെ വെക്കുകയാണ്. എല്ലാവരും കേട്ടോളി. പുതുശ്ശേരി തറവാട്ടിലെ ഈ ഇരവി രാമൻപിള്ള ഇപ്പോൾ താമസിക്കുന്ന പുത്തൻ പുതിയ കോൺക്രീറ്റ് വീട് ഈ പുതുശ്ശേരി തറവാട്ടിന് പകരമായി ദാസൻ മാസ്റ്റർക്ക് കൊടുക്കുന്നതാണ്. പ്രസിഡന്റ്, ഇതിൽ കൂടുതൽ ഞാൻ എന്ത് വേണമെന്ന് നിങ്ങൾ തന്നെ പറയുക, തീരുമാനിക്കുക. ദാസൻ മാസ്റ്റർ എന്ത് പറയുന്നു? എന്തിനാണ് ഈ മനുഷ്യനെ വെറുതെ ഭ്രാന്ത് പിടിപ്പിക്കുന്നത്? ഇപ്പോഴുള്ള ഈ നിർദ്ദേശം ഞാൻ പരിഗണിക്കുകയാണ്. പക്ഷേ നിയമപ്രകാരം വ്യക്തമായ രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഈ വീട് ഒഴിഞ്ഞു കൊടുക്കുകയുള്ളൂ. നാളെ തന്നെ വീടിന്റെ രജിസ്ട്രേഷൻ നടത്താൻ ഞാൻ ഒരുക്കമാണ്. ഐ ആം റെഡി. ദാസേട്ടാ, ഈ വീടിന്റെ വില ദാസേട്ട മറന്നോ? നീ ഒന്നും മിണ്ടാതിരിക്കെ. മറ്റൊരാളുടെ ശാപമുള്ള വീട് നമുക്ക് വേണ്ട. താമസിക്കാൻ പുതിയൊരു വീട് കിട്ടുകയും ചെയ്യുമല്ലോ. ഇത് അവസാന തീരുമാനമായി കരുതാവോ? എനിക്ക് സമ്മതമാണ്. എനിക്കും ഇത് നല്ല തീരുമാനമാണ്. എങ്കിൽ നാളെ തന്നെ രജിസ്ട്രേഷൻ. പിള്ളേച്ച് ഇങ്ങോട്ട് വാ. വാന്ന്. ദാസൻ മാസ്റ്റർ വാ. താൻ പോ. വാ ദാസൻ മാസ്റ്റർ വാന്ന്. കൈയിട്ട് പിടി. നാളെ തന്നെ ഞാനും കുടുംബവും ഇങ്ങോട്ടേക്ക് മാറും. നോക്കണോ, എനിക്കും അയാളെ തീരെ വിശ്വാസമില്ല. വർഷം കുറെ ഞാൻ അയാൾക്ക് വേണ്ടി ചിരക്കാൻ തുടങ്ങിയിട്ട്. വീട് വിറ്റ് കൊടുത്താൽ 1000 തരാം, 10,000 തരാം എന്നൊക്കെയാ പറഞ്ഞത്. 1000 വേണ്ട, 10,000 വേണ്ട. ഒരു ബീഡിക്കുള്ള കാശ് 10 പൈസ. തെണ്ടിയുടെ മോൻ. ആ അയാളെ നിധി കുഴിച്ചെടുക്കട്ടെ, അപ്പ കാണാം. അങ്ങനെ കണ്ടിട്ടൊന്നും കാര്യമില്ല. നാളെ രാത്രി 12 മണിക്ക് ശേഷം നിധി കുഴിച്ചെടുക്കുമെന്ന് അയാൾ പറഞ്ഞത്. നില്ലേ നീ ധൈര്യമായിട്ട് നില്ലേ. നിധി കുഴിച്ചെടുത്ത ഉടനെ നിധി വേറെ കഴിച്ചു ഓടുന്ന കാര്യം അപ്പൊ ഞാനോ? അവസാനം ഞാൻ ഗോപി വരയ്ക്കണം. അത് നീ വരച്ചോ? ഏ? പറഞ്ഞ അതായത് ആരും അറിയാതെ നിധി തുല്യമായി വീതിച്ചെടുത്ത് നമുക്ക് നാട് വിടാം. ഇതൊക്കെ നടക്കുവോ? നടത്തി കാണിച്ചു തരാം. ഈശ്വരാ, ഇതൊക്കെ ഒന്ന് നടന്ന് കണ്ടാ മതി.